ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ വിനീതമായ നമസ്കാരം. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്നും ഭഗവാന്റെ കഥകൾ പറയാൻ സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ ദിവസം ഇന്ദ്രഗർവശമനമാണ് നമ്മൾ അനുസ്മരിച്ചത്. ഇന്ദ്രന് തൻ്റെ ആ അഹങ്കാരത്തിൻ്റെ ഒരു വലിപ്പം മനസ്സിലായി. ഇന്ദ്രനും നമ്മളെപ്പോലെ തന്നെയാട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ആ ഭഗവാന്റെ ആ മഹത്വം മനസ്സിലാകുമ്പോൾ നമ്മൾ ചെന്ന് ഭഗവാനോട് പറയും, ഭഗവാനെ ഗുരുവായൂരപ്പ, ഞങ്ങളൊക്കെ ഇങ്ങനെ ഗൃഹസ്ഥാശ്രമികളായിട്ട് ഇരിക്കണവരല്ലേ, ഞങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും, ഒക്കെ അവിടുത്തെ തീരുമാനമല്ലേ, എല്ലാം അവിടുന്ന് ക്ഷമിക്കണം, എല്ലാം പൊറുക്കണം, ഇനി ഇങ്ങനൊരു തെറ്റ് ഞാൻ വരുത്തില്ല, എപ്പോഴും ഈശ്വര വിചാരത്തോടു കൂടി കഴിഞ്ഞോളാം, എപ്പോഴും ഭഗവാനെ മറന്ന് ജീവിക്കില്ല, എപ്പോഴും അവിടുത്തെ സ്മരണയോടുകൂടി കഴിഞ്ഞോളാം, ഏതൊരാളോടും നല്ലോണം പോലെ പെരുമാറിക്കോളാം എന്നൊക്കെ നമ്മൾ ധാരാളം പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വേറെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ ഇതൊക്കെ മറന്നു. പിന്നെ ഭഗവാനെ മറന്നു. ഇന്ദ്രനും അങ്ങനെയാണ്. എത്രയൊക്കെ വീണ് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി ഇന്ദ്രൻ ഈശ്വരഭജനത്തോട് കൂടിയിട്ട് ഇങ്ങനെ കഴിയുമെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇന്ദ്രൻ്റെ വാക്കുകളെ കൊണ്ട് മാത്രമല്ല, ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് തട്ടിയിട്ടാണോ പറയണതെന്ന് ചോദിച്ചാൽ അത്ര ആത്മാർത്ഥതയൊന്നുമില്ല. നമ്മളെപ്പോലെ തന്നെയാണ്. നമ്മളുടെ പ്രതീകമാണ് ഇന്ദ്രൻ, മനസ്സിൻ്റെ പ്രതീകമാണ് ഇന്ദ്രൻ. അത്ര ആത്മാർത്ഥതയൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഇതുപോലെ ഒരു വിപത്ത് വരുമ്പോഴാണ് ആദ്യം പ്രാർത്ഥിക്കുക. അങ്ങനെ ആ മനസ്സിൻ്റെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു മൂർത്തിഭാവമായിട്ടാണ് ഇന്ദ്രനോടെ നിൽക്കുന്നത്. ഇന്ദ്രനായാലും അത് ഇന്ദ്രൻ ഇതൊക്കെ ചെയ്താലും ശരി, ആരെങ്കിലും ഒരാൾ കൂടുതൽ 2 നാമം ജപിച്ചാൽ ഇന്ദ്രൻ ആദ്യമായി ഇവരെന്തിനാ അപ്പോൾ നാമം ജപിക്കണേ ആവോ, എൻ്റെ ഈ കസാര തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഒരു നാമം ജപിക്കണേ, എന്നാൽ അവരുടെ നാമം മുടക്കാം, പിന്നെ അതിന് വേണ്ടത് ചെയ്യേ. അപ്പോൾ ആ സൽക്കർമ്മങ്ങളെ മുടക്കുക എന്നുള്ളൊരു ദോഷം കൂടി ചെയ്യണം. അതുപോലെയാണ് നമ്മളൊക്കെ എന്താ ചെയ്യുക, നമ്മളുടെ വീട്ടിലിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത്തിരി ഭക്തിയോടുകൂടി നാമം ജപിക്കുന്നുണ്ട്,
അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈശ്വര ഇവരിനി അമ്പലത്തിലൊക്കെ പോയി നാമം ജപിച്ച് നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവുമോ, വീട്ടിലെ കാര്യങ്ങളൊന്നും വേണ്ട വിധം ചെയ്യാതെ കണ്ടാവുമോ, നമ്മൾ അങ്ങനെയാവുമോ, ഇനി സന്യസിച്ച് പോവുമോ? നാമം ജപിക്കണവരൊക്കെ സന്യസിച്ചാൽ ഇവിടെ സന്യാസിമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സന്യാസം എന്ന് വെച്ചാൽ എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ്. സന്യാസത്തിന് കാഷായ വസ്ത്രം ധരിച്ച് കാട്ടിൽ പോയി കഴിയണമെന്നൊന്നുമില്ല. ഗൃഹസ്ഥാശ്രമിയായിട്ടും സന്യാസിയായിട്ട് ജീവിക്കാം. ഇപ്പോൾ ലൗകിക സുഖങ്ങളിൽ ആസക്തി ഇല്ലാണ്ട് കഴിഞ്ഞാൽ സന്യാസിയായി എന്നാണ് ഒരു വിചാരം. പക്ഷേ അത് പുറമേക്കുള്ള ആസക്തിയല്ല, ഉള്ളിൽ ഇതിനൊക്കെ ആഗ്രഹങ്ങളുണ്ടേനും എന്നാൽ അതിനൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിക്കണം. അതുകൊണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ ബ്രഹ്മചാരിയായിട്ട് ഇത്ര വർഷം ജീവിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം വേറെ വിവാഹമൊന്നും കഴിക്കാണ്ട് ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ബ്രഹ്മചാരിയായിട്ടാണ് ജീവിച്ചതെന്ന്. പക്ഷേ അത് മാത്രമാണോ ബ്രഹ്മചര്യം? ബ്രഹ്മചര്യം എന്നുള്ളത് ബ്രഹ്മം എന്ന് വെച്ചാൽ ഭഗവാനാണ്. ബ്രഹ്മത്തിലേക്ക് ചരിക്കുക, ഈശ്വരനിലേക്ക് നീങ്ങുക നമ്മൾ. അതാണ് ബ്രഹ്മചര്യത്തിൻ്റെയും ബ്രഹ്മചാരിയുടെയൊക്കെ അർത്ഥം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ദ്രനിലേക്ക് തന്നെ വരാം. ഇന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളും അങ്ങനെ അതുപോലെ മുടക്കും ഇതൊക്കെ. എന്തുകൊണ്ടാണ്? നമ്മുടെ നിലനിൽപ്പിന് അത് ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മളതിനൊക്കെ വേണ്ട എന്ന് വെക്കണം. ആരെങ്കിലും ചെയ്താലും മുടക്കാൻ നിൽക്കണത്. നമ്മളെക്കാളും കേമനാവും അവർ എന്നൊക്കെ ഉള്ളൊരു ഭാവം ഉള്ളതാകുമ്പോൾ അതിനൊക്കെ എതിരായിട്ട് നിന്നു വരും. അപ്പോൾ അങ്ങനെയുള്ള ആ ഇന്ദ്രൻ അപ്പോൾ അതിഗംഭീരമായിട്ടുള്ളൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു. ഭഗവാനും അറിയാം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആദ്യം ഇന്ദ്രൻ ഇതുപോലെ തലതിരിഞ്ഞ പ്രവർത്തികൾ എന്നെ കാണിക്കാൻ പോണേ, പിന്നെയും വന്നതുപോലെ പ്രാർത്ഥിക്കും. അപ്പം ഭഗവാനും വിചാരിക്കുക ആവട്ടെ, എന്നാലും അബദ്ധം പറ്റുമ്പോൾ എന്നെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധമെങ്കിലും ഇന്ദ്രനുണ്ടല്ലോ. അത് പിന്നീട് ഈ പദവിയൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഇന്ദ്രപദവിയിലല്ലാതെ ശാശ്വതമായിട്ടൊന്നും ഇന്ദ്രൻ ഇരിക്കില്ല. അത് കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ ആ പദവിയുടെ അർഹത കഴിഞ്ഞാൽ ആ ഇന്ദ്രപദവിയിൽ നിന്ന് പുറത്തേക്കാക്കപ്പെടും. അപ്പോൾ ഈ ഇടയിൽ ഈശ്വരനെ ആശ്രയിച്ച ഒരു വാസനയുള്ളത് കൊണ്ട് ആ ജീവൻ ആ അധികാരമൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളാരുമല്ല, നമ്മളൊന്നുമല്ല. നമ്മളെവിടെയൊക്കെയോ അധികാരത്തിലിരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുക നമ്മളാരൊക്കെയാണ്, നമ്മളെന്തൊക്കെയാണ് എന്നൊക്കെ പറയും. അതൊന്നും ഇല്ലാണ്ട് ആയിരിക്കുമ്പോൾ ഇപ്പോൾ എത്രയോ വലിയ പണ്ടത്തെയൊക്കെ വലിയ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന നല്ല കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച എത്രയോ പേര് എവിടെയൊക്കെയോ അങ്ങനെ ബുദ്ധിമുട്ടുകളായിട്ട് ആരെ പറ്റി ഓർക്കണ പോലും ഇല്ല. ഒരു മനുഷ്യൻ പോലും ഓർക്കണില്ല അവരെ പറ്റിയിട്ട്. എത്ര നല്ല അഭിനയം കാഴ്ചവെച്ച് അവരെ വാനോളം പുകഴ്ത്തി അവരുടെ ഫാനൊക്കെ ഉണ്ടാക്കി അവർക്ക് വേണ്ടിയിട്ട് പരസ്പരം തല്ലുകൂടിയും തമ്മിലടിച്ചും അങ്ങനെ കുറേ ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ആരും അവരെ ആലോചിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലെത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇതൊക്കെ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൂ. നമ്മളങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമ്മളെ പലരും വാഴ്ത്താനും ഉണ്ടാവും, ഇകഴ്ത്താനും ഉണ്ടാവും. ഇതൊന്നും ശാശ്വതമല്ല. ആര് നമ്മളെ ഉയർത്തി പറഞ്ഞോട്ടെ, ആര് നമ്മളെ താഴ്ത്തി പറഞ്ഞോട്ടെ, നമ്മളാരുമല്ല എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബോധം, കാരണം ഞാനെന്നതിനടിസ്ഥാനം അവിടുന്നല്ലയോ വിഭോ, വിശ്വപ്രബോധമുളവാക്കി തീർത്തുകൊണ്ടുള്ളിൽ വാഴൂ നീ. യൊന്തപ്രവശ്യ മമ വാചമിമാം പ്രസുക്ത സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എല്ലാവരുടെ ഉള്ളിലും ആ പ്രാണനായിട്ട് പ്രാണനാഥനായിട്ടിരിക്കണ ഭഗവാൻ, ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എല്ലാം വേണ്ടതുപോലെ ആവണത് എന്നുള്ള സത്യം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അപ്പം ഈ വക കഥകളൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മളെങ്ങനെയാണ്, നമ്മളുടെ സ്വഭാവം എങ്ങനെയാണ്, നമ്മുടെ ചിന്താഗതികൾ എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് അവനവനെ സ്വയം പരിശോധിച്ച് സ്വയം മാറാനുള്ള ഓരോന്നുമാണ് ഈ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കണം.
എല്ലാവരുടെ പാദത്തിലും ഒരിക്കൽ കൂടി നമസ്കരിക്കണം. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഈ വണ്ണം മതിയുടനെത്രയും തെളിഞ്ഞ ദേവേന്ദ്രൻ കരതളിർ കൂപ്പി വാഴ്ത്തി നിൽക്കേ, പാൽവെണ്ണയ്ക്കെതിർ മൃദു മന്ദസ്മിതം കലർന്നേ കാർവർണ്ണൻ കനിയോടു ചൊല്ലി പ്രകാരം. ഭഗവാൻ പറയണു, ത്രൈലോക്യാധിപനെന്നുള്ളിൽ അഭിമാനം വളർന്നു നീ, എനിക്ക് ശരിയായാരും പാടില്ലെന്നോർത്തു ചെയ്തതാം ധനം, സൗന്ദര്യം, ഐശ്വര്യം, ആരോഗ്യം, ബലമെന്നിവ മിക്ക പേർക്കും അഹങ്കാരം വളർത്തിയിടും ജഗത്തിതിൽ. ഇടയ്ക്കിടയ്ക്കവർക്കോരോ ദണ്ഡമേകണം ഈ വിധം, അല്ലെങ്കിൽ അവർ വല്ലാതെ മതമാർന്നു നശിച്ചു പോം. അപ്പം പറയണു, ഈ ത്രൈലോക്യാധിപനാണ് ഞാൻ, ദേവന്മാരുടെയും ദേവനായിട്ടുള്ള ഇന്ദ്രനാണ് എന്നുള്ള അഹങ്കാരം കൊണ്ട് നിനക്ക് നീ സ്വയം നശിച്ചു പോകുന്നുള്ളൊരവസ്ഥയിലെത്തിയപ്പോഴാണ് ഇങ്ങനൊരു ചെറിയ ഒരു ശിക്ഷ എന്ന് പറയണ പോലെ ചെറിയൊരു കാര്യം ഉണ്ടായത്. ആ മതത്തിനെ, നിൻ്റെ ആ അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ധനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും ബലം കൊണ്ടൊക്കെ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അഹങ്കാരം സർവനാശത്തിനും കാരണമാവും. അതുകൊണ്ട് ആ സർവനാശം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അനുഗ്രഹം മാത്രമാണ് ഇത് എന്നതാ ഭഗവാൻ പറയണം. തെറ്റാതോരോ നിമിഷവും കാത്തു രക്ഷിച്ചുകൊണ്ടു ഞാൻ ഉള്ളിൽ മിന്നുവതോർക്കാതെ, തങ്ങൾ തൻ കഴിവൊന്നിനാൽ മാത്രമാണവയെന്നോരോ ജീവനും വീമ്പുരയ്ക്കവേ നൽകും ഞാൻ അവർ നന്നാവാൻ പലമട്ടെഴും ഔഷധം. ആ ഭഗവാൻ, ആ ഭവരോഗത്തിന് ചികിത്സിക്കുന്ന ആ വൈദ്യൻ അല്ലല്ലോ, ആ ഭഗവാൻ വൈദ്യോ നാരായണോ ഹരി, ആ സാക്ഷാൽ ആ പ്രപഞ്ചത്തിന് മുഴുവനും വൈദ്യനായിട്ടുള്ളത് അല്ലെ, ആ വൈദ്യനൊരു ഒറ്റമൂലിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആ ഒറ്റമൂലി നൽകും. എങ്ങനെയാണ്? ഓരോ നിമിഷവും കാത്തു രക്ഷിച്ചിട്ട് ഓരോരുത്തരെയും ഓരോ നിമിഷവും ഒരു നിമിഷം പോലും ഒരു തെറ്റ് പോലും ഇല്ലാണ്ട് കാത്തു രക്ഷിക്കേണ്ട ആരാണ്? ഈശ്വരനാണ്. എല്ലാവർക്കും അന്തര്യാമിയായിട്ട് ഉള്ളിലിരുന്നിട്ട് ആ ജീവനെ പ്രവർത്തിപ്പിക്കേണ്ടത് ഭഗവാനാണ്. എന്നിട്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കാണ്ട് ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാനാണ് ഇതൊക്കെ ചെയ്യണത്, ഞാനാണ് ഇതൊക്കെ പറയണത്, എൻ്റെ ഒരു മഹിമ എന്നൊക്കെ പറഞ്ഞ് ഓരോ ജീവനും അഹങ്കരിക്കുമ്പോൾ അവർക്ക് അഹങ്കാരം അവർക്ക് നാശമാകുമെന്നറിയുമ്പോൾ അഹങ്കാരമാകുന്ന രോഗത്തിന് ഇതുപോലെയുള്ള ഔഷധം ഞാനിതാ നൽകും എന്ന് ഭഗവാൻ പറയണു. നിങ്ങൾ മൂവരുമായി യക്ഷനരികിൽ ചെന്നതിത്രയും വേഗം മറന്നുപോയല്ലോ. മഹേന്ദ്രപദമാർന്നു നീ വിനീതനായി തന്നെ വാഴും അല്പദിവസമേവനും വീണ്ടും മുൻമട്ടിലാൽ മാറും ഇതു ലോകസ്വഭാവമാം. ഓരോരുത്തരെയും മുമ്പുണ്ടായ കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ? ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്കൊരു ഓർമ്മ വരും, അതിനൊരു ശിക്ഷ കിട്ടി, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോഴത്തെ കാലത്തൊക്കെ അപ്പോൾ ജയിലിൽ കൊണ്ടുപോയി ഓരോരുത്തരെയൊക്കെ ശിക്ഷിക്കുന്നുണ്ട്. അവർ ആ ശിക്ഷിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ആ തെറ്റ് ചെയ്യരുത് എന്നുള്ള വിചാരത്തോടു കൂടിയിട്ടാണ് ശിക്ഷിക്കണേ. പക്ഷെ അവരെന്താ ചെയ്യുക? തെറ്റ് ചെയ്തിട്ട് ഒരു കളവിന് ജയിലിൽ പിടിച്ചിട്ടു. എന്നിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം അത് കോഴിക്കോട് താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയിട്ട് കൊണ്ടുപോകാനൊന്നും അവിടെ ഉണ്ടായില്ല. ആകെ കൂടി ഉണ്ടായത് തിരുപ്പതി തേവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ പണക്കിഴിയും ചില്ലറ പൈസകൾ പലരിൽ നിന്നും ഭിക്ഷ വാങ്ങണ പോലെ ചോദിച്ചു വാങ്ങി. ഇതിലേക്ക് എന്തെങ്കിലും ഇടണോ? 1 രൂപ ആയാലും മതി, 50 പൈസ ആയാലും മതി. കുറച്ച് കാലം മുമ്പാണ് 50 പൈസയൊക്കെ ഉണ്ടെന്ന്.
അങ്ങനെ ഒരു കിഴി, ധനക്കിഴി കൂടി വന്ന 10, 250, 300 അത്രേ ഉണ്ടാവുള്ളൂ. ഒരു കിഴി ഇങ്ങനെ എടുത്തു വെച്ചു. അതുണ്ട്, വേറെ ഒന്നും ഇല്ല അവിടെ, അതേ ഉള്ളൂ. അതാണിപ്പോൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. അപ്പോൾ വിചാരിച്ചു അത് ഭഗവാൻ ഇനിയിപ്പോൾ അവർക്ക് തിരുപ്പതി വരെ പോയി ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ട് ഭഗവാൻ തന്നെ ഏറ്റെടുത്തതാണ് എന്ന് കണക്കാക്കി. പിന്നീട് കുറച്ച് കാലം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ മോഷ്ടാവ് തന്നെ അടുത്തൊരു വീട്ടിൽ പോയി ഒരു സ്വർണ്ണമാലയും മോഷ്ടിച്ചു. എന്നിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചധികം അവസാനം മോഷ്ടാവിനെ വിളിച്ചൊരു ചെറിയ പയ്യനായിരുന്നു, 10-20 വയസ്സായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയണത് വേറൊരു മോഷണത്തിന് ജയിലിലായിരുന്നു, പരോളിൽ ഇറങ്ങിയതെന്നാണ് പറയണത്. അങ്ങനെയുള്ള ശിക്ഷ കൊണ്ട് എന്ത് കാര്യമുണ്ട്? എന്ത് തിരിച്ചറിവാണ് ഉണ്ടായത്? താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ് പലതും ചെയ്യണേ. പക്ഷെ ആ ബോധമില്ലാണ്ട് വരിക, പിന്നെയും തെറ്റ് ചെയ്യാൻ വെച്ചാൽ പിന്നെ ഈ ശിക്ഷ കൊണ്ടൊക്കെ എന്താ കാര്യമുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെയൊക്കെ പ്രവർത്തികൾ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, കുറച്ച് ദിവസം ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു മരണം ഉണ്ടായി. ആ മരണം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം നമുക്ക് തോന്നും എന്താ കാര്യം, ഇത്രയ്ക്കൊക്കെയുള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഇന്നലെ വരെ കണ്ട ആളാണ്, ഇന്നിപ്പോൾ അതാ കൂടെ ഇല്ല. എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു, ഇന്നിപ്പോൾ കൂടെ ഇല്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തിനാ ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരസ്പരം തമ്മിത്തല്ലും വഴക്കും വഴക്കാണൊക്കെ? ഞാനിനി ഒന്നിനും ഇല്ല, ഞാനിനി സമാധാനമായിട്ടിരിക്കുള്ളൂ, ആരോടും ഒന്നിനും ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പിന്നെ അപ്പോൾ നമുക്ക് ജ്ഞാനപ്പാനിക്ക് ഓർമ്മ വരും. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. ഇതൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും. അതിന് ശ്മശാന വൈരാഗ്യം എന്നാണ് ഇതിന് പറയുക. അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ കുറേശ്ശെ ചിന്താഗതിക്കൊക്കെ മാറ്റം വരുന്നു തുടങ്ങും. പിന്നെ ഇങ്ങനെ അതൊക്കെ മറന്നുപോയി വീണ്ടും അത് ആ ഒരു സമയത്താവും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സാധനം. ഇപ്പം എല്ലാവരും കൂടി അവിടെ വന്നിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാളൊരു ചെറിയ സാധനം, അത് നല്ല ഭംഗിയുണ്ട്, എന്നാൽ ഞാനിത് എടുക്കുക എന്നിട്ട് ആ വീട്ടിൽ നിന്നൊന്ന് എടുത്തു നോക്കൂ. അപ്പോൾ കാണാം ഈ വൈരാഗ്യം പറഞ്ഞിരിക്കുന്ന ആളുടെ മനസ്സ്, അതങ്ങനെയാണ് അത് തരാൻ പറ്റില്ല. പിന്നെ അതിനെ ചൊല്ലി വഴക്കായി, വക്കാനായി, തമ്മിത്തല്ലായി. അപ്പോൾ അതുവരെയുള്ള ശ്മശാന വൈരാഗ്യമൊക്കെ അവിടെ പോയി. അതുപോലെയാണ് നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഞാൻ നേരെ ആയിക്കോളാം എന്ന്. പക്ഷേ എത്ര ദിവസത്തേക്ക് നേരെ, 1-2 ദിവസത്തേക്ക്, ഒരു സപ്താഹം കേട്ട് വന്നാൽ കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മൾ രാവിലെ നേരത്തെ എണീക്കലായി, നാമം ജപിക്കലായി, ഭാഗവതം പറ്റണ പോലെ വായിക്കാൻ നോക്കലായി. എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? 7 ദിവസം ഭാഗവതം കേട്ട നമ്മൾ 7 ദിവസമെങ്കിലും അത് ആചരിച്ചെങ്കിൽ മതിയായിരുന്നു. അതൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ദ്രനെ മുൻനിർത്തിയിട്ട് ഭഗവാൻ നമുക്ക് കാണിച്ചു തരാണ്. പൊയ്ക്കൊൽക ഞാൻ നിശ്ചയിച്ച കർമ്മം വേണ്ടുന്ന മാതിരി ചെയ്തുകൊണ്ടെന്നെ ഓർമ്മിച്ചേ വാണുകൊൽകിനിവാസവ. പറഞ്ഞി പൊക്കോളൂ, ഇനിയെങ്കിലും എന്താ ചെയ്യണ്ടേ? ഞാനാണ് ഓരോരുത്തരെയും ഓരോ സ്ഥാനത്തിരുത്തിയിട്ട് ഓരോ കർമ്മ പ്രാരാബ്ധങ്ങളും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നേക്കണ്ടത്. അപ്പോൾ ആ കർമ്മങ്ങളെ എനിക്ക് ചെയ്യുന്ന പൂജ പോലെ ചെയ്തിട്ട് എന്നെ സ്മരിച്ചുകൊണ്ട് നിൻ്റെ കർമ്മങ്ങൾ, നിൻ്റെ ആ ഒരു ജീവിത ലക്ഷ്യം പൂർത്തിയാക്കിക്കോളൂ, നീ പൊക്കോളൂ എന്ന് പറയുന്നു. അന്നേരം മക്കളോടൊപ്പം കാമധേനു അണഞ്ഞുടൻ ഗോപാല ബാലനോടി ഓതിനാൾ മതിശാലിനി. അന്നേരം മക്കളോടൊപ്പം കാമധേനു വണഞ്ഞുടൻ ഗോപാല ബാലനോടി മട്ടോതിനാൾ മതിശാലിനി. കൃഷ്ണ കൃഷ്ണ കൃപാ സിന്ധോ, കൃഷ്ണ കൃഷ്ണ കൃപാ സിന്ധോ, കമലായതലോചന വിശ്വൈകപാലകനം നീയേ ഞങ്ങൾക്കെന്നെന്നുമാശ്രയം.
ദേവേന്ദ്രനെങ്ങളെ കൊൽവാൻ ഒരുമ്പെട്ടപ്പോൾ ഈ വിധം. മഴയൊക്കെ പെയ്ച്ചട്ടെ ദേവേന്ദ്രൻ. അപ്പം ആ പശുക്കളൊക്കെ കന്നുകാലികളൊക്കെ നശിച്ചു പോയനില്ലേ, അതാണ് പറയണത്. ഞങ്ങളെ കൊൽവാൻ ദേവേന്ദ്രൻ അങ്ങനെ ഒരുമ്പെട്ട് കാത്തുരക്ഷിച്ച കരുണാവാരിതേ വെൽഗമന്യതിൽ. ആ ദേവേന്ദ്രൻ ഞങ്ങളെ വധിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങളെ അവിടെ നിന്നല്ലേ കാത്തുരക്ഷിച്ചത്. അങ്ങേക്ക് എപ്പോഴും അങ്ങ് അതാ ജയിക്കുക ജയിക്കുക നമ്മൾ പറയില്ലേ, എന്താണ് ജയ് ജയ് ശ്രീരാധേശ്യാം എന്ന് പറയണില്ലേ. രാധേശ്യാം, രാധാച്ചാൽ ആ പരമപ്രേമം, ആ പ്രേമത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ, ആ പരമപ്രേമം വിജയിക്കട്ടെ. ഭഗവാനിലേക്ക് ഒഴുകുന്ന ഒഴുക്കാണ് രാധ. ആ ശ്യാമിൻ്റെ ഉള്ളിലേക്ക് ഒഴുകണ പരമപ്രേമം എപ്പോഴും വിജയിക്കട്ടെ. ആ പ്രേമമാണ് ഈ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുപോലെ അതാ പറയുന്നു, ജയിക്കട്ടെ ഭഗവാൻ ജയിക്കട്ടെ, ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ എന്നതാ കാമധേനും മറ്റ് പശുക്കളൊക്കെ കൂടിയിട്ട് വന്ന് പറയുന്നു. ഗോവിപ്രദേവന്മാരെല്ലാ പൂജ്യരായവരെ വരും എന്നും സുരക്ഷിതന്മാരായി വാഴൂ നിൻ കൃപയൊന്നിനാൽ. ആകയാൽ ഇനി ഞങ്ങൾക്കിന്ദ്രൻ നീയേ കൽപ്പതേ, ഭൂഭാരം തീർക്കുവാനമ്പാർന്ന് പിറന്ന മധുസൂദന. ബ്രഹ്മാവും ഞങ്ങളോടമ്മട്ടരുളി ചെയ്തു മാധവ, ഈ മണിപ്പാറമേലൊട്ടൊന്നെഴുന്നള്ളിയിരിക്കണം. അഭിഷേകം ചെയ്തിടട്ടെ ഞങ്ങളാ മട്ടിലുണ്ണിയെ, ഈ മട്ടിലോദിനാഥൻ്റെ മൂർധാവിലഭിഷേചനം. കാമധേനു കനത്തുള്ളോരകിടാൽ ചെയ്തു മിന്നവേ, ദേവാ മാതൃക്കളുര ചെയ്തിന്ദ്രൻ ആകാശഗംഗയാൽ നിറച്ച രത്നകുംഭങ്ങൾ കൊണ്ടും ലോകൈകനാഥനെ ഗോവിന്ദനെന്നു വാഴ്ത്തിക്കൊണ്ടുടൻ ദേവശിവമാരോടും കൂടെ ചേർന്ന് അഭിഷേകം ചെയ്തമ്പാൽ കണ്ണീരു തൂകിനാൻ. അപ്പോഴേക്കും നാരദ മുനിവര്യരുറക്കവേ, ഗോവിന്ദ ഗോവിന്ദ ജഗന്നാഥ കൃഷ്ണ ജനാർദ്ദന, ഗോവിന്ദ ഗോവിന്ദ ജഗന്നാഥ കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന. ഈ വണ്ണം ഭഗവൻ നാമം സങ്കീർത്തന പുരസ്സരം പാടിത്തുടങ്ങി നാഥന്റെ പുണ്യകീർത്തി മനോഹരം. അപ്സരസ്സുകൾ ആനന്ദനർത്തനം ചെയ്തു ഭംഗിയിൽ, വിണ്ണോർതൻ പുഷ്പവർഷം കണ്ടത്ഭുതപ്പെട്ടു സർവരും. അഭിഷേകം കഴിഞ്ഞിമട്ടംബുജാക്ഷൻ വിളങ്ങവേ, അൻപാൽ പൈക്കൽ ചുരത്തിയിടുമ്പാൽ കൊണ്ട് ഊഴി നനഞ്ഞുപോയി. പാരെങ്ങും പരമാനന്ദം പൂണ്ടു വിസ്മയമാം വിധം, ക്രൂരജന്തുക്കളും വൈരം കൈവെടിഞ്ഞു പരസ്പരം തമ്മിലുരുമ്മിക്കൊണ്ടങ്ങോ അങ്ങിങ്ങോടിക്കളിക്കയായി. ഈ വണ്ണം അമ്പൊടരവിന്ദനദളായ ദക്ഷൻ ഗോവിന്ദനെന്ന തിരുനാമമൊടേറി മിന്നി. ശ്രീവല്ലഭന്റെ കനിവാലുടനാജ്ഞയോടെ ദേവേന്ദ്രനും വിലസി വെൺപുരി മന്ദം. അങ്ങനെതാ ആ കാമധേനു പറയണു, എല്ലാവരും ഞങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ, ഇന്ദ്രൻ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനല്ലേ കാത്തു രക്ഷിച്ചത്. ഞങ്ങൾക്ക് ഇന്ദ്രൻ ഇനി അങ്ങ് തന്നെയാണ്. ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, അങ്ങയെ ഒന്ന് അഭിഷേകം ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വന്നിരിക്കൂ എന്ന് പറഞ്ഞതാ ഭഗവാൻ ഒരു പാറപ്പുറത്ത് വന്നിരുന്നപ്പോൾ ആ കാമധേനു എന്ത് ചെയ്തു, അതിൻ്റെ ആ പാറയുടെ ഉയർന്ന ഭാഗത്ത് വന്ന് നിന്ന് തൻ്റെ ആകിട്ടിൽ നിന്നാ പാല് ചുരത്തിക്കൊണ്ട് ഭഗവാന് പാലഭിഷേകം ചെയ്തു. ഗോവിന്ദൻ കറുത്ത കണ്ണെന്താ വെളുത്ത ഗോവിന്ദനായിട്ട് എല്ലാവർക്കും ദർശനം നൽകിയ അത്യപൂർവമായിട്ടുള്ള ആ ഒരു രംഗമാണ് അവിടെ കാണുന്നത്. ആ സമയത്ത് ഇന്ദ്രൻ ആകാശഗംഗ കൊണ്ട് അതിലെ രത്നങ്ങളും മറ്റുമൊക്കെ നിറച്ച് ആ കുംഭത്തിലൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട്
എല്ലാവരും കൂടി ചേർന്ന് ദേവന്മാരും ഋഷീശ്വരന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഗോവിന്ദ 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 എന്ന് വിളിച്ചുകൊണ്ടതാ അഭിഷേകം ചെയ്യാണ്. അപ്പം ആ സമയത്ത് അവിടെ ആര് വന്നു? നാരദ മഹർഷി വന്നു. ഗോവിന്ദ ഗോവിന്ദ ജഗന്നാഥ കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന ഗോവിന്ദ ഗോവിന്ദ ജഗന്നാഥ കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന എന്നിങ്ങനെ ഗോവിന്ദ ഗോവിന്ദ ജഗന്നാഥ കൃഷ്ണ ജനാർദ്ദന എന്നൊക്കെ ഓർക്കെ വിളിച്ചു. അങ്ങനെ പിന്നെ നാമസങ്കീർത്തനങ്ങൾ തുടങ്ങി. അവിടെ ആട്ടവും പാട്ടൊക്കെ തുടങ്ങി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ലോകൈകനാഥ മധുസൂദന കൃഷ്ണ കൃഷ്ണ രാധേശ കേശവ സുരേശ ഹരേ നമസ്തേ. ഓർക്കെ നാമം ജപിക്കാൻ തുടങ്ങി എല്ലാവരും. അപ്പം അതൊക്കെ കണ്ടിട്ട് അപ്സര സ്ത്രീകൾ ഇതാ നൃത്തം വയ്ക്കണു, പുഷ്പവൃഷ്ടി ചെയ്യണു. അങ്ങനെ ആ പാല് മുഴുവനും ഭഗവാനെ അഭിഷേകം ചെയ്ത ആ പാല് മുഴുവനും ഭഗവാന്റെ കീർത്തി പോലെ അവിടെ ആ ഗോവർദ്ധനത്തിൻ്റെ ചുറ്റും പരന്ന് ഒഴുകാനായിട്ട് തുടങ്ങി. ക്രൂര ജന്തുക്കളൊക്കെ പരസ്പരം വൈരം മറന്നുകൊണ്ട് പുലിയും സിംഹവും മാനും മയിലും മുയലും എല്ലാം ഒരുമിച്ച് അവിടെ നിന്നിട്ട് എല്ലാവരും അവരവരുടെ ഭാഷയിൽ ഗോവിന്ദ 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 എന്ന് വിളിച്ചുകൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഭഗവാന്റെ ചുറ്റും ഇരിക്കണു. അങ്ങനെ ആ ഗോവിന്ദൻ എന്നുള്ള നാമത്തോട് കൂടിയിട്ട് ആ ഭഗവാൻ ദേവേന്ദ്രൻ തിരിച്ചു പോയി. അവിടെ ആനന്ദത്തോട് കൂടിയിട്ട് എല്ലാവരും ആ ഗോവർദ്ധനഗിരിയുടെ പരിസരത്ത് എല്ലാവരും അത്യാഹ്ലാദത്തോടു കൂടി ഇരിക്കണു എന്നുള്ള ഭാഗങ്ങൾ. അപ്പോൾ നോക്കൂ, ആ ഒരു ഭഗവാൻ ആ ഗോവിന്ദൻ എന്നുള്ള ആ ഒരു ഭാവത്തിൽ ആരാണ് ഗോവിന്ദൻ? ഗോവ് എന്നുവെച്ചാൽ പശുക്കളെ മുഴുവനും കാത്തു രക്ഷിച്ചു അല്ലെ. ആ മഴയത്തൊക്കെ കൂടിയിട്ട് എല്ലാം കൂടി പ്രളയം വന്ന് നശിച്ചാൽ എത്ര ലക്ഷക്കണക്കിന് പശുക്കളാണ് അവിടെ നശിച്ചു പോകായിരുന്നത്. അപ്പം അവരെ രക്ഷിച്ചതുകൊണ്ടാണ് കാമധേനു വന്നത്. പക്ഷേ ഗോവ് വെച്ചാൽ എന്താ മനസ്സെന്നുണ്ട്. നമ്മളിത് പ്രാകൃതമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഓരോ പണ്ട് മുതലൊക്കെ തുടർന്നു വന്ന ചില കാര്യങ്ങളൊക്കെ അതാണ് ശരി എന്നൊക്കെ വിചാരിച്ച് നമ്മളിത് പൂജ ചെയ്യണു. പൂജ ചെയ്യൽ മാത്രമായിട്ട് ഒതുങ്ങണു. ആ പ്രകൃതിയെ സംരക്ഷിക്കണം, വനം സംരക്ഷിക്കണം, അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആ കുന്നുകൾ സംരക്ഷിക്കണം, കാവേരി നദി സംരക്ഷിക്കണം, പശുക്കളെ സംരക്ഷിക്കണം, വിപ്രന്മാരെ അതായത് ബ്രാഹ്മണരെ നല്ല സുമനസ്സുക്കളായിട്ടുള്ളവരെയൊക്കെ അവരൊന്നും ദ്രോഹിക്കരുത്. അവരാണ് നമുക്ക് വേണ്ടിയിട്ട് സർവ്വലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരിതാ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള സത്യത്തിനെ ഭഗവാൻ ഈ ഒരു ലീലയിലൂടെ നമുക്ക് ബോധിപ്പിച്ചു തന്നു. അതാണ് ഇതുകൊണ്ട് പഠിക്കേണ്ടത്. നമ്മൾ വെറുതെ ആചാരങ്ങൾ മാത്രം ആയിട്ട് മുഴുകിയിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. വിഗ്രഹത്തിൽ പൂജ ചെയ്യണു, അമ്പലത്തിൽ പോയി പൂജ ചെയ്യണു, കാര്യങ്ങൾ ചെയ്യണു. നമ്മുടെ വീട്ടിലേക്ക് വിശന്ന് വരുന്ന ഒരാൾക്ക് ആഹാരം നൽകാനായിട്ട് പറ്റില്ല. രോഗിയായിട്ട് ഒരാൾ വന്നിട്ട് പറയണു എനിക്ക് ചികിത്സിക്കണം, ആ രോഗത്തിന് ചികിത്സിക്കാനായിട്ട് എന്തെങ്കിലും തരുമെന്ന് അത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മൾ ആ പൈസ ഭണ്ഡാരത്തിൽ കൊണ്ടുവരുന്ന പൈസ അദ്ദേഹത്തിന് കൊടുത്താൽ അതാണ് ഈശ്വരൻ സ്വീകരിച്ച പൈസ. ഇന്നത്തെ കാലത്ത് രണ്ട് വശം ചിന്തിക്കണം കേട്ടോ. യാതൊരു വിധത്തിലും നമുക്ക് ഒരാളെയും വിശ്വസിക്കാനാവാത്ത അത്രയ്ക്കും കാലം അധപ്പതിച്ചു. അതും നമ്മളുടെ പ്രവർത്തികളെ കൊണ്ട് തന്നെയാണ്. ഈശ്വരനെ മറന്ന് നമ്മൾ ഒരുപാട് ജീവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിയേതാ തെറ്റ്, പണ്ടൊക്കെ ശരിയേതാ തെറ്റാതാന്ന് തിരിച്ചറിയാൻ കഴിയാറുണ്ടായിരുന്നു. ഇപ്പം അത് സാധിക്കണില്ല. കാരണം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയും കണ്ട് മനസ്സിലാക്കാനുള്ള കൂർമ്മ ബുദ്ധിയൊക്കെ നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു, ഈശ്വരനെ മറന്ന് നമ്മൾ ജീവിച്ചത് കൊണ്ട്. അപ്പോൾ പലരും നമ്മളെ ഒന്ന് പറ്റിക്കും. നമുക്ക് അതാണ്, ആ ചികിത്സ വേണം, ഈ ചികിത്സ വേണം, അവർക്ക് അന്നദാനമാണ്, അവർക്കത് അതൊക്കെ പറഞ്ഞ് പലരും പറ്റിക്കും. അപ്പോൾ ഏതാ ശരി ഏതാ തെറ്റ് എന്ന് അറിയില്ല. ഇനിയിപ്പോൾ ചിലവർ നല്ല രീതിയിൽ അന്നദാനത്തിനോ എന്തെങ്കിലും അന്നധർമ്മത്തിനൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ വേറെ ചിലർ വന്ന് പറയും അതെ അവർ വെറുതെ ആട്ടോ, അവരിതൊന്നും ചെയ്യണില്ല,
അവർ വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിലൊരു അസൂയ തോന്നുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയും. അപ്പോൾ അത് ആ ഒരു പ്രവൃത്തിയിൽ ഒരു കളങ്കം ഉണ്ടാക്കി തീർത്തിട്ട് അതിനെ മുടക്കാൻ നോക്കുക. അങ്ങനെ പല വിധത്തിലും ഇന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്കറിയില്ല. പക്ഷെ ഭഗവാൻ അറിയാം ഏതാണ് ശരി, ആ ഉറപ്പാണ്. അപ്പോൾ സകലം നാരായണായേതി സമർപ്പയാമി, എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് ഈശ്വരനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഏത് വേണം ഏത് വേണ്ട, ശരിയോ തെറ്റോ, ഏതെങ്കിലും ഒരു നിമിത്തത്തിലൂടെ ആരുടെങ്കിലും വാക്കുകളിലൂടെ. കാരണം പലരും നമ്മളോടത് പറയാറുണ്ട്. ചില കാര്യങ്ങളിൽ അവർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഗുരുവായൂരപ്പാന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിലൊരു പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വാക്കുകളിലൂടെ ഏതെങ്കിലും നിലയ്ക്ക് അതിനൊരു ഉത്തരം ഭഗവാൻ കൊടുക്കും എന്നുള്ളത്. ഒരിക്കലേ ഇതുപോലെ ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് അപ്പം അവർ ഇങ്ങനെ പൈസയുടെ കാര്യം ഒക്കെ പറഞ്ഞ് വിഷമം, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച ഒരാളെ ഞാൻ ഒരിക്കൽ കാണുകയുണ്ടായി. അപ്പോൾ നമുക്കപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും. അവരുടെ ആ ഭക്തിഭാവം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. രണ്ട് സംഭവങ്ങൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് കേട്ടോ. കാരണം ഇത് അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ടാണ്. അപ്പോൾ അന്ന് എവിടെയോ ഇതുപോലെ ഒരു സത്സംഗം കഴിഞ്ഞ് വന്നപ്പോൾ അവരൊരു ദക്ഷിണയായിട്ട് ഒരു കവർ തന്നു. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചു എന്താണെന്നൊന്നും നോക്കിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഭഗവാൻ തന്നതല്ലേ, അപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും നിയോഗം എന്ന് ഞാൻ ഭഗവാനോട് ചോദിച്ചില്ല. ഭഗവാനെ എന്നൊരു ചോദ്യം ഉണ്ടായില്ല. എൻ്റെ സ്വന്തം അഹങ്കാരത്തിൻ്റെ പുറത്ത് ഞാനത് അങ്ങോട്ട് കൊടുത്തു. അതും ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അപ്പം അത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെന്നെ ഫോൺ വിളിക്കുകയായി. ഞങ്ങൾക്ക് ഇന്നതിന് ഇത്ര രൂപ വേണം, ഇന്നതിന് ഇത്ര രൂപ വേണം, ഇന്നതിന് ഇത്ര രൂപ വേണം, എനിക്കിപ്പോൾ ജോലിയില്ല, എനിക്ക് അസുഖമാണ്, അങ്ങനെ ഇതിനാവശ്യത്തിന് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതൊരു ബാധ്യത പോലെ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു ഇതൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളറിയുന്ന ഒരാൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് സത്യസന്ധമാണ്. അപ്പോൾ അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളാൽ കഴിയുന്നത് സഹായിക്കുക. ചിലവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ്. കാരണം ഇത് ഒരു സംഗതി എനിക്കുണ്ടായ ഒരു അനുഭവം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരനുഭവമുണ്ട്. അവരറിയണ ഒരു കുട്ടിക്ക് നല്ലവണ്ണം പഠിക്കാനും അതുപോലെ മറ്റുള്ള കലകൾ ഒക്കെ പ്രകടിപ്പിക്കാൻ എല്ലാത്തിനും നല്ല പ്രാവീണ്യമുള്ളൊരു കുട്ടി. പക്ഷെ സാമ്പത്തികമായിട്ട് തീരെ ഇല്ല, അതിന് പഠിക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ ആകെ അത് കണ്ടപ്പോൾ അവർക്ക് വിഷമമായപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഈ കുട്ടിയുടെ പഠിപ്പിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ ഏറ്റെടുത്ത ആൾ കഷ്ടത്തിലായി എന്നല്ലേ പറയണ്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പല വിധത്തിലും സഹായങ്ങളും അതും ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അവർ ലോണും കാര്യങ്ങളും ഇതൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്തു, അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. വീടൊക്കെ വച്ച് കാര്യങ്ങളൊക്കെ വച്ച് സുഖമായിട്ട് അവർ ജീവിക്കണം. അപ്പോൾ അത് ആ പേരും പറയല്ലോ. പക്ഷേ ഇത് പറയണ ഇപ്പോൾ എന്താ വെച്ചാൽ ഇവരെ പഠിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവരുടെ ചുമതലയായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാമെന്ന് ഏറ്റത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കണം. ആ കുട്ടി പറയണ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം, ആ കുട്ടി പറയണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം, അതിൻ്റെ വേണ്ട പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഫീസ് എല്ലാ കാര്യങ്ങളും അതിപ്പോൾ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചു. എന്നാൽ ഒരാൾ നമുക്കിങ്ങനെ ഒരു സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സഹായം ഭഗവാൻ തരണതാണ് എന്ന് വിചാരിച്ച് അതിനെ മനസ്സിലാക്കി വേണ്ടതുപോലെ അതിനെ ഉപയോഗിക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ പല വിധത്തിലുള്ള, പക്ഷേ അവർ പറയണു ഞാൻ പറഞ്ഞ വാക്കാണ്, ഞാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞ വാക്കാണ്. അത് ഏത് വിധത്തിലും എനിക്ക് എത്ര നഷ്ടങ്ങൾ വന്നാലും എൻ്റെ എന്ത് വന്നാലും ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഞാൻ എൻ്റെ വാക്ക് പാലിക്കും. ഒരു ജോലി കിട്ടണ വരെ പഠിപ്പിച്ചോളാം എന്നാണ് വിചാരിച്ചിരിക്കണേ.
പക്ഷേ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ആലോചിച്ച് നോക്കൂ, അത് വല്ലാത്ത ബുദ്ധിമുട്ടുകളിലേക്ക് വന്ന് പെടുകയാണുള്ളത്. കാരണം അത് നമ്മളും ശ്രദ്ധിക്കണതേ, നനഞ്ഞേടം കുഴിക്കുക എന്നൊരു പ്രയോഗമില്ലേ, അതുപോലെ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ പ്രവൃത്തികളാകുമ്പോൾ ഇനി വേറൊരാൾക്ക് ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ സഹായം ചെയ്തു കൊടുത്തു, അവരത് വേണ്ടതുപോലെ അതിനെ സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കി എന്നുകൊണ്ട് വേറെ ഒരാൾക്കും കൂടി സഹായം ആവാവുന്നതാണ്. ഇനിയിപ്പോൾ എന്താ, ഇനി ജന്മത്തിൽ അവർ വേറൊരാളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കില്ല. കാരണം എന്താ വെച്ചാൽ പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പം എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. നമുക്ക് ശരിയേത് തെറ്റേതെന്നൊന്നും തീരുമാനിക്കാൻ നമുക്കറിയില്ല. ഏതാ ശരി ഏതാ തെറ്റ്, ആരാ ശരി, ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും പറയാനും ഒന്നും നമ്മളാളല്ല. അപ്പം നമുക്ക് എല്ലാ ഈശ്വരനെ സമർപ്പിച്ച് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് പറയും ഉറപ്പായിട്ടും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് വേണ്ട എന്നുള്ളിലൊരു തോന്നലുണ്ടാവും, അത് ഈശ്വരൻ്റെ തോന്നിക്കലാണ്. ചിലത് ചെയ്യുമ്പോൾ വേണ്ടാന്ന് തോന്നിയാലും നമ്മുടെ ഉള്ളിൽ കഷ്ടമായി അത് ചെയ്യായിരുന്നു എന്നുള്ളൊരു വല്ലാണ്ടൊരു നമ്മളിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉറപ്പിക്കണേ. അങ്ങനെയുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാത്തിനുള്ള ഉത്തരം നമ്മളിൽ തന്നെ ഉണ്ട്. വേറൊരാളോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യണ്ട. ഇപ്പം എന്നോടൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മനോഭാവത്തിനനുസരിച്ചിട്ടേ ഞാൻ ഉത്തരം പറയുള്ളൂ. ഇപ്പം എനിക്ക് ഇപ്പോൾ ആർക്കെങ്കിലും വയ്യാണ്ട് കിടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അവർക്ക് കൊടുത്തോളൂ, അയ്യോ നല്ല കാര്യമില്ലേ എന്ന് ഞാൻ പറയും. അതേസമയം എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണെന്ന് വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ കൊടുത്തൊന്നും നന്നാക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ പൈസ ഉണ്ടാക്കണേ, നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരെയും നന്നാക്കാൻ പറ്റുമോ? അത് അവരുടെ യോഗ അവരനുഭവിച്ചോട്ടെ എന്ന് പറയും. അപ്പോൾ വേറൊരാളോട് ചോദിച്ചാൽ അവരുടെ കർമ്മവാസനകൾക്കനുസരിച്ചിട്ടേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. പക്ഷേ ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ വേണ്ടത് എങ്ങനെയാണോ അതേ ഉത്തരം നമ്മുടെ ഉള്ളിലിരുന്ന് തരും. അത് ചിലപ്പോൾ ഓരോരുത്തരുടെ മറ്റുള്ള ആരുടെങ്കിലും പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളത് എന്തെങ്കിലും ഒരു വാക്കുകളെ കൊണ്ടോ എന്തെങ്കിലും കാഴ്ചകളെ കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനോട് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ അതിനുള്ള ഉത്തരം തരും, ഉറപ്പാണ്. ധാരാളം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ഉത്തരം. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉത്തരം നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഗുരുവായൂരപ്പ ഉത്തരം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ പലതും നമുക്ക് നമ്മളിലൂടെ നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ സമർപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ നാളെ അനുസ്മരിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം മുമ്പ് ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച, നാളെ വ്യാഴാഴ്ചയാണ്. അപ്പോൾ നാളെ ആയിരിക്കും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടാവുക. അപ്പോൾ നാളെ ഇവിടെ മുല്ലോർലി തേവരുടെ മുമ്പിൽ നാമജപമുണ്ട്. പക്ഷേ എനിക്ക് നാളെ ഗുരുവായൂർ പോണത് കൊണ്ട് ആ നാമജപത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. എങ്കിലും ഗുരുവായൂരപ്പൻ്റെ അടുത്തിരുന്ന് നാമം ജപിക്കും. അതുപോലെ മറ്റന്നാളാണ്, അതായത് ഈ വീഡിയോ നാളെയാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നാളെ രാവിലെ ഇത് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയാണ് നാളെ വ്യാഴാഴ്ച അത് പോസ്റ്റ് ചെയ്യും. മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് നമ്മുടെ മുല്ലോർലി തേവരുടെ അവിടെ തിരുവോണൂട്ട്. അപ്പോൾ നാളെ വെളിച്ചാകുമ്പോൾ തന്നെ ഈ പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് ആർക്കെങ്കിലും മുല്ലോർലി തേവരുടെ ആ തിരുവോണൂട്ടിന് വരാൻ സാധിക്കാൻ വെച്ചാൽ വരും. അവിടെ രാവിലെ 9:30 മുതൽ നാമജപം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്സംഗം ഉണ്ടാവും. നമ്മുടെ അധികവും ഈ ശ്രീകൃഷ്ണ കഥാമൃതം വായിച്ചിട്ട് പറയുകയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് വിചാരിക്കുന്നത്. തേവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരധ്യായം വായിക്കാൻ പറ്റിയ ഭാഗ്യമാണല്ലോ. അങ്ങനെ ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണോ തേവർ പറയിപ്പിക്കണേ അതൊക്കെ പറയും. അപ്പം നമുക്ക് നേരിട്ടിട്ട് കേൾക്കാനും ഭഗവാന്റെ ആ മുന്നിലിരിക്കാനും നാമം ജപിക്കാനും അവിടുത്തെ ഭഗവാന്റെ ആ അന്നപ്രസാദം കഴിക്കാനൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഈ വാക്കുകൾ
ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തീം ച മാലാം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ചരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തിരേണമേ കൃഷ്ണ മതീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് ഒരേ മനസ്സോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. ആരോടുമുള്ളിൽ